ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കണി ഒരുക്കുകയാണ് ഗൈസ്. നാളെ വിഷു ആണല്ലോ, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൃഷ്ണനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഏത് കാര്യം ചെയ്താലും ആദ്യം ഗണപതി ഒരുക്കം വെക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ആ ഇല വെട്ടി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഉരുളി എടുത്തിട്ട് നിറയെ അരി നിറയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നെല്ല് വിതറുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെക്കുന്നത് കണിവെള്ളരിയാണ്. അതിങ്ങനെ കുത്തി തന്നെയാണ് എല്ലാ വട്ടവും ഞാൻ വെക്കാറുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം അതിനകത്ത് വെക്കാം. നമ്മൾ കണി ഒരുക്കുമ്പോൾ ഓരോ ഫ്രൂട്ട്സും വെക്കുന്ന ഓരോ ദൈവത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഗണപതിക്ക് വേണ്ടിയാണ് തേങ്ങ, സുബ്രഹ്മണ്യന് വേണ്ടിയാണ് മാങ്ങ, അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഈ തിരുവുടയാട് വെക്കുന്നത് ദേവിക്ക് വേണ്ടിയാണ്. ദേവിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ കുങ്കുമവും കൺമഷിയൊക്കെ വെക്കുന്നത്. പിന്നെ സ്വർണ്ണവും വെള്ളിയും വെക്കണം, അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. ഗ്രന്ഥം വെക്കണം, പിന്നെ നമ്മളുടെ വിത്ത് ഐറ്റംസ് ഒക്കെ വെക്കണം, അതൊക്കെയാണ്. പിന്നെ ചക്കയില്ലേ, അത് വെക്കണം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു മാല കെട്ടി കൃഷ്ണൻ ഇട്ടിട്ടുണ്ട്. തുളസിമാലയാണ് കേട്ടോ. അതുകൂടാതെ ഒരു മഞ്ഞപ്പൂ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു മാല ഞാൻ അതും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഇട്ടപ്പം കൃഷ്ണൻ ഭയങ്കര സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇതിനകത്ത് ഒരു മെയിൻ ഐറ്റം ഇല്ല, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണിക്കൊന്നയില്ല ഗൈസ്. അപ്പോൾ നമ്മളെ സൈക്കോമരം അല്ലേ, അത് നേരത്തെ പൂത്തു. ഞങ്ങൾ വീട്ടിൽ 2 ഉണ്ട്, 2 നേരത്തെ പൂത്തു. അതുകൊണ്ട് നമുക്ക് കണിക്കൊന്ന കിട്ടിയിട്ടില്ല. പ്രത്യേകതരം കണിയായിപ്പോൾ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, പക്ഷേ കണിക്കൊന്ന കിട്ടിയിട്ടില്ല. ഞാൻ ഉണ്ടെന്നും പറഞ്ഞിരുന്ന ലാസ്റ്റായപ്പോൾ ഒരു തരി പൂവില്ല ഗൈസ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യാനാ, ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ വർഷം നമ്മളുടെ കണിക്കൊന്ന ഇല്ലാതെ ഒന്ന് കണി കണ്ട് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ അലഞ്ഞതുകൊണ്ടേ ഇനിയിപ്പോൾ നേരത്തെ എണീക്കുന്നുള്ള ഡൗട്ടാണ്. എല്ലാ വർഷവും 4 മണിയൊക്കെ ആകുമ്പം എണീറ്റ് വിളക്ക് കത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് എല്ലാം ഒന്നും കൂടെ ഒക്കെ നോക്കി എല്ലാം ഭംഗിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ 4 മണിക്ക് തന്നെ എണീക്കാനും പറ്റി ഗൈസ്. എനിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു. അങ്ങ് 4 മണിക്ക് എണീറ്റ് ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെയാണ് എല്ലാവരെയും വിളിച്ച് കണി കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം, കൃഷ്ണസ്വാമി അമ്പലത്തിലില്ലേ, അവിടെയും പോയി ഭഗവാനെ ഒന്ന് കാണണം. അതൊക്കെയാണ് നമ്മളുടെ വിഷു. അങ്ങനെ ഒരു 8:30 ആയപ്പം കൃഷ്ണസ്വാമി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ നിന്നിട്ടാണ് തൊഴുതത്. പിന്നെ നല്ലൊരു മാലയൊക്കെ വാങ്ങിച്ച് ഭഗവാന് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടാണ് വന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രത്തോളമൊക്കെ ഉള്ളൂ നമ്മളുടെ വിഷു. ഒരു ചെറിയ വിഷു ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.